എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടിയിലാണ്. പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാറിയിട്ട് ഒരു വില്ലയുടെ അകത്ത് ഫസ്റ്റ് വീടാണ്. കാമാൻ ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. 4 സെൻറ്റ് 700 ലിങ്സ് ലാൻഡിൽ 2080 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ്. താഴെ ഇതിന് 2 ബെഡ്റൂം ഒരുക്കിയിട്ടുണ്ട്. മേലെ ഇതിന് 2 ബെഡ്റൂമും പ്ലസ് ഒരു അപ്പർ ലിവിങ് സ്പേസ് നല്ലൊരു യൂട്ടിലിറ്റി ആയി കൊടുത്താണ് വീട് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ലൊക്കേഷനെ കുറിച്ച് പറയാം. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈസി ആയിട്ട് പോകാം, എടപ്പള്ളി ഭാഗത്തേക്ക് പോകാം, തൃപ്പൂണിത്തുറ ആലുവ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ അവിടെയായിട്ട് ഫസ്റ്റ് വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ എലിവേഷൻ ഒന്ന് കാണാം. മെയിൻ റോഡിൽ നിന്നും കടന്നു വരുന്ന വീതിയുള്ള റോഡാണ് ഇതിന് വന്നുള്ളത്. ടൈല് പാകിയിട്ടുണ്ട്. ഇതിൻ്റെ മതിലാണെന്നുണ്ടെങ്കിൽ നല്ല ടെക്സ്റ്റ് വർക്കും 4-way ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. എലിവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടംപററി ഡിസൈനും അതുപോലെ തന്നെ കൊളോണി ഡിസൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ലെങ്തി ആയിട്ടുള്ള ഗേറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി അകത്തേക്ക് കയറ്റാനും പറ്റും. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. കിണറാണ് വന്നുള്ളത്. നല്ല രീതിയിൽ ടെക്സ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു കിണർ കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അപ്പോൾ നല്ലൊരു കിണർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ പോർച്ചിലേക്ക് വരാം. ടൈലാണ് പാകിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ടൊരു വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡ് ഇത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർത്ത് സൈഡിലേക്ക് വരാം. വീട് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ്. അപ്പം വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. പടിഞ്ഞാറ് ഭാഗത്തും ഇവിടെയും സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തും വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസാണ് കൊടുത്തുള്ളത്. തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാനുണ്ട്. പിന്നെ ഈ ഭാഗത്ത് റോഡ് വരുന്നതുകൊണ്ട് സെറ്റ് ബാക്ക് കറക്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ഈ സ്പേസ് നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഈസി ആയിട്ടൊരു 3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് സിറ്റ് ഔട്ടിന് കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത്. നേരെ നമുക്ക് അകത്തേക്ക് കയറാം. ഇപ്പം സിറ്റ് ഔട്ടിൽ തന്നെയായിട്ട് മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫാനും വരുന്നുണ്ട്. അകത്തേക്ക് വരാം. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ ഡോറാണ് വന്നുള്ളത്. അതായത് വെസ്റ്റിലേക്കാണ് വീടിൻ്റെ ഫേസ്. ദർശനം വരുന്നത് പടിഞ്ഞാറോട്ട്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. വെസ്റ്റ് സൈഡിൽ ഫ്രഞ്ച് പാളിയായിട്ട് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റ് കൊടുക്കാവുന്നതാണ്. ഒരു ടീപ്പ കൊടുക്കാവുന്നതാണ്. എനിക്ക് ഫ്രണ്ടിലായിട്ട് ഭംഗിയായിട്ടാണ് ടി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയാണെങ്കിലും ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അതൊരു ടെക്സ്ചർ കൊടുത്തിരിക്കുന്നതൊക്കെ വുഡിൻ്റെ ടെക്സ്റ്റാണ് എന്നുള്ളത്. നല്ലൊരു BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഡൈനിങ് ഏരിയയും കിച്ചനും എല്ലാം ഒറ്റ രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. നല്ല ഡിസൈനൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സുകളോ ക്യൂരിയോസൊക്കെ നമുക്ക് വെക്കാനുള്ള സ്പേസ് ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു ഇന്ത്യയിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 4 പാളി വലിയ ജനലാണ് വന്നുള്ളത്. അപ്പോൾ ധാരാളം സൂര്യപ്രകാശം അകത്തേക്ക് വരികയും ചെയ്യും. ഇവിടെയായിട്ട് നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റിന് മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് വാഷ് ബേസിൻ. നല്ല ഡിസൈനിലുള്ള വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വുഡിൻ്റെ ഫിനിഷുള്ള PVC ലാമിനേഷനാണ് വന്നുള്ളത്. ഭംഗിയായിട്ട് അതും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ ലൈറ്റ് വരാനുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടർ വെക്കാനുള്ള ഭാഗത്തേക്ക് വരാം. സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടർ ഇതിനകത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ കിട്ടി. ഈ ഡൈനിങ് ഏരിയ വരുന്നത് ഓപ്പൺ കിച്ചനോട് ചേർന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു കൗണ്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭംഗിയുള്ളൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഹുഡും ഹോബും അറേഞ്ച് ചെയ്യാം. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് കബോർഡ് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതും PVC
ഗ്ലോസി ഡിസൈനിലാണ് ഫുള്ള് കൊടുത്തുള്ളത്. പ്രൊഫൈൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഒരു അക്വാഗാർഡിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ പോയിന്റ് വരുന്നുണ്ട്. നല്ല സിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അടുക്കള നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെ അത് തറനിലത്തിൽ നിന്ന് പൊക്കി, അതായത് കോൺക്രീറ്റ് ചെയ്ത് ഇനി ടൈലിട്ടാൽ മതി. 2 സൈഡ് ഡോർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സിങ്കൊക്കെ വെച്ചിട്ട് നല്ലൊരു വർക്ക് ഏരിയ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടിയോളം നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മേലെ പ്രൊഫൈൽ ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കബോർഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 2 ബാത്തും പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ വാഷ് ഏരിയയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസും വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിററും ഒരു ലൈറ്റും വരാനുണ്ട്. ഡൈവേർട്ടർ വന്നിരിക്കുന്നത് സെറയുടെയാണ്. ഫ്രെയിം ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്രഷ് വാൽവാണ് വന്നുള്ളത്. അപ്പം നല്ല രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഭിത്തി വരുന്നത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഡിസൈനിലുള്ള ഡോർ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അകത്തെ ഡോറുകളെല്ലാം മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴെ ഇതിന് 2 ബെഡ്റൂമാണുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. ഇതിൻ്റെ നീളം വരുന്നത് 11 അടി നീളം വന്നിട്ടുണ്ട്. 10 അടി വീതി വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. ഫാൻ വരുന്നുണ്ട്. നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡും വരുന്നുണ്ട്. അത് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസും വന്നിട്ടുണ്ട്. ഇനി മിററും ലൈറ്റും വരാനുണ്ട്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. സിറയുടെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, ഫ്രഷ് വാൽവ്, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ്, ഭിത്തി ഗ്ലോസി, ഫൈബർ ഡോർ തന്നെയാണ്. സെയിം ഫിറ്റിങ്സ് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പ് സ്റ്റെയറിലേക്ക് കയറി പോകാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാം. സൗത്ത് സൈഡിൽ പെർഗോളാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ ആയിട്ടൊരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു കമ്പ്യൂട്ടർ ടേബിൾ വന്നിട്ടുണ്ട്. 2 പവർ സ്വിച്ചസ് വരുന്നുണ്ട്. ബുക്ക് ഷെൽഫൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഇനി നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് ആണ്. TV യൂണിറ്റ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ബോക്സി ഡിസൈനൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. 14 അടി നീളം വരുന്നുണ്ട്. 14 അടി നീളം, 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. വലിയ കബോർഡും കൊടുത്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഡ്രസ്സിംഗ് ടേബിളും. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസും വന്നിട്ടുണ്ട്. ഡൈവേർട്ടർ, സിറ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് വാൽവ്, താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസി. കളർ പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. ഫൈബർ ഡോറ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ് നമ്മൾ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. 14 അടി നീളം വന്നിട്ടുണ്ട്. 11 അടി വീതി വന്നിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഭംഗിയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് വാൽവ്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, വാഷ് ബേസിൻ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ കിട്ടിയിട്ടുണ്ട്. ടവൽ ഗാർഡൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകാൻ പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഒരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. അത് നല്ല ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഒരു തിയേറ്റർ റൂമൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഇവിടെയായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെയായിട്ട് വിൻഡോസും വരുന്നുണ്ട്.
മേലെ ഫാൻ ഇടാനുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഒതുങ്ങി ഒരു വാഷ് ഏരിയയുടെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് വാട്ടർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ നമുക്ക് ഇവിടെ കൊടുക്കാം, പവർ പോയിന്റും വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ വെച്ചിട്ട് നമുക്ക് അലക്കി ഇവിടെ തന്നെ വിരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഡോറ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന സ്ക്വയർ ട്യൂബിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറ് വന്നിട്ടുണ്ട്. കോൺക്രീറ്റ് തീർത്ത സ്റ്റെപ്പ് തന്നെയാണ്, ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് മേലേക്ക് കയറാവുന്നതാണ്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. കവേർഡ് ആയിട്ടുള്ള ബാൽക്കണിയാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ കൊടുത്ത് തന്നെയാണ് ബാൽക്കണി ചെയ്തിട്ടുള്ളത്. വെസ്റ്റിലേക്കാണ് ബാൽക്കണി വരുന്നത്, അതുകൊണ്ട് മുഖം വരുന്നത് വെസ്റ്റിലേക്കാണ്. പടിഞ്ഞാറുന്നുള്ള കാറ്റൊക്കെ ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെയായിട്ട് ഒരു ഇച്ചിരി ഓപ്പൺ സ്പേസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ല ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ധാരാളം വില്ലകൾ വർക്ക് നടന്നു വരുന്നതാണ്. അപ്പോൾ നല്ലൊരു സൊസൈറ്റി ആയിട്ട് മാറാവുന്ന നല്ലൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. അവിടെയായിട്ട് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയും കൂടിയാണ്. അപ്പോൾ ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് 700 ലിങ്സ് ലാൻഡിൽ 2080 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂം പ്ലസ് ഒരു വലിയൊരു യൂട്ടിലിറ്റി ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിളുമാണ്. നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റ് മാത്രമല്ല, എല്ലാ ബാങ്കുകളായിട്ടും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ബാങ്കിനെ സെലക്ട് ചെയ്ത് തരിക എന്നുള്ളതും നമ്മുടെ ജോലിയും കൂടിയാണ്. മാത്രമല്ല നെഗോസിയേഷൻ സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.